ഹായ് എവ്രി വൺ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മലയാളത്തിൻ്റെ സംഗീത ലോകത്ത് ശബ്ദത്തിൻ്റെ മാധുരി നിറച്ച ഗായികയാണ് അപർണ രാജീവ്. കവിതയും സംഗീതവും ചേർന്ന പാരമ്പര്യം. ശ്രീ ഒ എൻ വി കുറുപ്പിൻ്റെ കൊച്ചുമകൾ രാജീവ് ഒ എൻ വിയുടെ മകൾ. വെൽക്കം ചേച്ചി. താങ്ക് യു സാറാ. സംഗീതത്തിലെ വളർച്ചയും യാത്രയും നോക്കുമ്പം ചേച്ചി ജീവിതത്തിൽ ഇപ്പം മാറ്റാൻ കഴിയാത്തൊരു ഭാഗമായി മാറിയിരിക്കുകയാണ് സംഗീതം. അപ്പം ചേച്ചിയുടെ പാസ്റ്റ് ആയാലും പ്രസൻ്റ് ആയാലും ഫ്യൂച്ചർ ആയാലും എല്ലാം കൂടെ ചേർന്നൊരു മനോഹരമൊരു വളർച്ചയാണ് സംഗീതത്തിൽ കാണുന്നത്. അപ്പം ചേച്ചിയുടെ ജീവിതത്തിലുള്ള ഒരു സംഗീതത്തിൻ്റെ മാറ്റം അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തുമാത്രം ഒരു മാറ്റങ്ങൾ കുറിച്ചു ഈ ഒരു സംഗീതം? സംഗീതം എപ്പോഴും കൂടെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ചെറുതാകുമ്പോൾ തൊട്ട്. യൂത്ത് ഫെസ്റ്റിവലിനായാലും കോമ്പറ്റീഷൻസിനും ഇപ്പോൾ ടി വിയിൽ പ്രോഗ്രാംസ് അങ്ങനെ പാട്ടിൻ്റെ ഒരു ലോകത്ത് തന്നെയാണ് കുഞ്ഞിതാകുമ്പോൾ തൊട്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഇപ്പോൾ ഒരു മാറ്റം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളിലാണ് ഞാൻ ഒരു പാട്ട് കരിയർ ഇതാണ് എൻ്റെ വഴി അല്ലെങ്കിൽ ഇതാണ് എൻ്റെ കരിയർ എന്നുള്ളത് ഞാൻ സീരിയസ് ആയിട്ട് അങ്ങനെ കണ്ടു തുടങ്ങിയത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ ഉണ്ട്. അതല്ലാതെ പാട്ടെന്നുള്ള രീതിയിൽ അതായിട്ടുള്ളൊരു വ്യത്യാസം ഇപ്പം അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇനിയുള്ള ഒരു കാലഘട്ടത്തായാലും ഒരു സംഗീതത്തിൻ്റെ എന്തൊക്കെ മാറ്റങ്ങൾ ചേച്ചി ആഗ്രഹിക്കുന്നുണ്ട്? അതിപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് മാക്സിമം ആൾക്കാരിലേക്ക് നമ്മുടെ പാട്ട് എത്തുക, ആൾക്കാർക്ക് നമ്മുടെ പാട്ട് ഇഷ്ടപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും ഉണ്ടാവുമല്ലോ. പിന്നെ നല്ല നല്ല അവസരങ്ങൾ, പാടാനുള്ള അവസരങ്ങൾ കിട്ടണം എന്നുള്ള ആഗ്രഹവും അതൊക്കെ തന്നെയാണ് എല്ലാ സിംഗേഴ്സിനുള്ളത് തന്നെയാണ്. ഒ എൻ വി കുറുപ്പിൻ്റെ കൊച്ചുമകൾ എന്ന് പറയുമ്പോൾ ചെറിയൊരു പദവിയൊന്നുമല്ല. ഇപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്താണെങ്കിലും നമ്മൾ ആ ഒരു കവിതകൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ചേച്ചിയുടെ മുത്തച്ഛനാകുമ്പം സ്കൂളിൽ പഠിക്കുമ്പം അധ്യാപകർ ആ ഒരു കവിത പഠിപ്പിക്കുമ്പം എങ്ങനെയായിരുന്നു ആ ഒരു ടൈമിലുള്ള ഒരു അനുഭവം? അത് ശരിക്കും ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയാണ്. ഒരു രീതിയിൽ നോക്കുമ്പോൾ അത് വലിയ ഭാഗ്യം തന്നെയാണ്. കാരണം മുത്തശ്ശൻ്റെ കവിത നമുക്ക് സ്കൂളിൽ പഠിക്കാനുണ്ടാവുക എന്നൊക്കെ ഉള്ളതൊരു വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. പക്ഷേ എന്നല്ല, ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു ഇതുണ്ട്. അതായത് ഇപ്പോൾ ക്ലാസ്സിലിപ്പോൾ മുത്തശ്ശൻ്റെ കവിതയാണ് ആദ്യം പഠിപ്പിക്കുന്നതെങ്കിൽ, കവിത പഠിപ്പിക്കുന്ന സമയമാണെങ്കിൽ ടീച്ചർ ആദ്യം എന്നോടായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. അയ്യോ, എനിക്കത് പറയാൻ പറ്റുമോ, പറഞ്ഞില്ലെങ്കിൽ അത് മോശമല്ലേ, മുത്തശ്ശൻ്റെ കവിതയായിട്ട് അതിൻ്റെ ഒരു ചോദ്യത്തിൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഏകദേശം അറിയാമല്ലോ. ഇപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ ഈ കവിതയായിരിക്കും തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ മുത്തശ്ശൻ്റെ കവിതയാണ് അടുത്ത ക്ലാസ്സിൽ നിന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും അതിന് മുമ്പ് പിന്നെ തൊട്ട് ഞാൻ മുത്തശ്ശനോട് ചോദിക്കും, മുത്തശ്ശ അടുത്തത് ഈ കവിത പഠിപ്പിക്കുന്നുണ്ട്, അപ്പോൾ ഇതെന്താണ് ഇതിൽ കാര്യം. അപ്പോൾ മുത്തശ്ശൻ അതൊക്കെ പറഞ്ഞു തരും എനിക്കിരുന്നിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് പ്രിപ്പയർഡായിട്ട്. എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ പറയാൻ പറ്റണം. ചില ടീച്ചേഴ്സ് ചിലപ്പോൾ അവർക്ക് അവരുടെ ഒരു മുത്തശ്ശനോടുള്ള അത്രയും ഒരു സ്നേഹവും ആരാധനയും കൊണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അംശം എന്നോട് അവരെപ്പോഴും കാണിച്ചിട്ടുണ്ട്, മലയാളം ടീച്ചേഴ്സ് പ്രത്യേകിച്ച്. അപ്പോൾ ഇപ്പോൾ മുത്തശ്ശൻ്റെ കവിതയൊക്കെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു ആവേശത്തിലായിരിക്കും ആദ്യത്തെ ക്ലാസ്, അതായത് പഠിപ്പിച്ച് തുടങ്ങുന്നേ ഉള്ളൂ കവിത. അപ്പം തന്നെ ചിലപ്പോൾ എന്നോട് ചോദിക്കും, എന്തായിരിക്കും ഇതിനകത്ത് ഉദ്ദേശിച്ചത് എന്തായിരിക്കും എന്നൊക്കെയുള്ള ആശയം. അപ്പം ഞാനും ആദ്യമായിട്ടായിരിക്കും ആ കവിത പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളത് വരുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ. പക്ഷെ ശരിക്കും ആലോചിക്കുമ്പോൾ ഒരു വലിയൊരു ഭാഗ്യമാണത്. കരിയറിലാണെങ്കിലും മ്യൂസിക്കാണ് പാഷൻ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു എന്ന് തോന്നി. മ്യൂസിക് ഈസ് മൈ തിങ്ക് എന്നൊരു തോട്ട് വന്നത് എപ്പോഴായിരിക്കും? ഇത് ശരിക്കും കുറച്ച് വൈകിയാണ് എനിക്ക് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. പാട്ട് കൂടെ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് പ്ലേബാക്ക് സിംഗിങ് ഫീൽഡിലേക്ക് വരുന്നത് 2005 ഒക്കെ തൊട്ട് ഞാൻ സിനിമകളിൽ പാടുന്നുണ്ട്. പക്ഷെ അപ്പോഴും എനിക്ക് ഈ ഫീൽഡിൽ വരണമെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് വന്ന ഒരാളല്ല. അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ട് ശരിക്കും അങ്ങനെ വന്നു. അപ്പോൾ അതൊരു അനുഗ്രഹം തന്നെയാണ് തീർച്ചയായിട്ടും. പിന്നെ നല്ല നല്ല സിനിമകൾ പാടാൻ പറ്റി. പിന്നെ ഞാൻ പഠിച്ചത് ബികോമും MBA ഒക്കെ ആയിരുന്നു. അപ്പോൾ MBAയുടെ ചെയ്യുന്ന സമയത്ത് തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് അവസാനം വന്ന് അങ്ങനെ ജോലി ചെയ്തിരുന്നു ഒരു 2 വർഷത്തോളം. ആ സമയത്താണ് കല്യാണം. അപ്പോൾ കല്യാണം കഴിഞ്ഞ് സിദ്ധാർത്ഥിന് ഡൽഹിയിലായിരുന്നു ജോലി. അപ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ പോയി. പിന്നെ അത് കഴിഞ്ഞ് മസ്കറ്റിലായിരുന്നു 2 വർഷം. അപ്പോൾ മോനപ്പോൾ ചെറുതാണ്. അപ്പോൾ ആ സമയത്ത് അപ്പോഴും പാട്ടുകളുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഡൽഹിയിൽ നിന്നാണെങ്കിലും മസ്കറ്റിൽ നിന്നാണെങ്കിലും ഒക്കെയും ട്രിവാൻഡ്രത്തും എറണാകുളത്തൊക്കെ വന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ മസ്കറ്റിലുണ്ടായിരുന്ന സമയത്ത് ഒരു ജോൺസൺ മാഷിൻ്റെ മോള് ഷാൻ ജോൺസൺ, അൺഫോർച്ചുനേറ്റ്ലി
ഷാനിപ്പോൾ ഇല്ല. പക്ഷേ നല്ലൊരു ഫ്രണ്ടായിരുന്നു എൻ്റെ. നല്ല വളരെ കഴിവുള്ളൊരു മ്യൂസിക് കമ്പോസർ, ഒരു ഗായികയാണ്. അപ്പോൾ ഷാനിൻ്റെ ആദ്യത്തെ കമ്പോസ് ചെയ്തൊരു സോങ് അത് ഒരു സിനിമയ്ക്ക് വേണ്ടി മുത്തശ്ശനാണ് വരികൾ എഴുതിയത്. അപ്പോൾ ഞാനും നിഖിൽ മാത്യു സിംഗർ, ഞങ്ങൾ രണ്ടും കൂടി നല്ലൊരു ഡുവറ്റായിരുന്നു. അപ്പോൾ അത് റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു. ചെന്നൈയിലായിരുന്നു റെക്കോർഡിംഗ്. അപ്പോൾ ഞാൻ സാധാരണ ചെന്നൈയിൽ എന്തെങ്കിലും പാട്ടിൻ്റെ ആവശ്യത്തിനൊക്കെ ഇപ്പോൾ 1-2 ദിവസത്തിനൊക്കെ മാക്സിമം പോവുള്ളൂ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒക്കെ ദേവരാജൻ അപ്പൂപ്പൻ്റെ വീട്ടിൽ ഞാൻ പോവാറുണ്ട്. അപ്പോൾ അമ്മൂമ്മ നിർബന്ധിച്ചിട്ട് അവിടെ അങ്ങനെ നിൽക്കും അവിടെ. അപ്പോൾ അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ ഈ പാട്ടിൻ്റെ റെക്കോർഡിങ്ങിന് പോകുന്നത്. അപ്പം അന്ന് അതിന് മുമ്പും റെക്കോർഡിങ്സിന് പോയിട്ടുള്ള ആളാണ്. ഇതേപോലെ മസ്കറ്റിലും ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പോയിട്ടുണ്ട്. പക്ഷേ ആ റെക്കോർഡിങ് എനിക്കറിയില്ല എന്താണ്. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ മസ്കറ്റിലേക്ക് വന്നപ്പോൾ ആ പാട്ട് റെക്കോർഡിങ്ങിന് വേണ്ടി പഠിച്ചതും ആ റെക്കോർഡിങ് എല്ലാം എനിക്കൊരു മിസ് ചെയ്യണ പോലെ തോന്നി. തിരിച്ചു വന്നപ്പോൾ വേറൊരു ആ പാട്ടിൻ്റെ ആ ഒരു ലോകത്തു നിന്ന് കുറച്ചൊന്ന് ഒരു ഡിസ്റ്റൻസ് വന്ന പോലെ മസ്കറ്റിലേക്ക് വന്നപ്പോൾ. അപ്പോൾ അതൊരു വിഷമമായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ അങ്ങനെ തോന്നി തുടങ്ങി, ഞാൻ വേറെ എന്തിനാണ് വേറൊരു ജോലി നോക്കുന്നത്. ഞാൻ ആ സമയത്തും വേറൊരു മോൻ ചെറുതായിരുന്നുകൊണ്ട് എനിക്ക് അപ്പം ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. പക്ഷെ അപ്പോഴും ഞാൻ കുറച്ചും കൂടി ഒന്ന് ആയിക്കഴിഞ്ഞാൽ വർക്ക് ചെയ്യണം, വർക്കിൻ്റെ കൂടെ പാട്ട് കൊണ്ടുപോകാമെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. പക്ഷെ പിന്നെ തോന്നി അങ്ങനൊരു നമുക്കൊരു സന്തോഷം തരുന്നൊരു ജോലിയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനൊരു സന്തോഷം എനിക്കിപ്പോൾ അങ്ങനെ വേറൊരു ജോലിയിലും കിട്ടില്ല, അതെനിക്കറിയാം. അപ്പോൾ അങ്ങനെ പാട്ടിലേക്ക് തന്നെ അപ്പോഴാണ് സീരിയസ് ആയിട്ട് പാട്ടിലേക്ക് വന്നത്. ഇതാണ് വഴി എന്ന് മനസ്സിലായത്. ഇതിൻ്റെ ഒരു പരിശീലനം ക്ലാസ്സും അല്ലെങ്കിൽ ചെന്നൈയിലൊക്കെ ചേച്ചി പോയിട്ടുണ്ടെന്ന് ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ കേട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ പാട്ട് പഠിച്ചു തുടങ്ങിയത് എൻ്റെ ആദ്യ ഗുരു ഓമനക്കുട്ടി ടീച്ചറാണ്. പിന്നെ ആലപ്പുഴ ശ്രീകുമാർ സാറ് ടീച്ചറുടെ മരുമോനുമാണ്. ശ്രീകുമാർ സാറിൻ്റെ അടുത്താണ് കുറേ വർഷം പഠിച്ചത്. കല്യാണം കഴിയുന്ന വരെ സാറിൻ്റെ അടുത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഡൽഹിയിൽ പോയപ്പോഴും അവിടെയും ഒരു നല്ലൊരു ഗുരു ഹേമ സീസ് പറഞ്ഞിട്ടൊരു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു ടീച്ചറായിരുന്നു. അപ്പോൾ അവിടെ പോയി പഠിക്കുമായിരുന്നു ഹിന്ദുസ്ഥാനി മ്യൂസിക്. പിന്നെ രമേശ് നാരായൺ സാറിൻ്റെ അടുത്തും ഫയസ് ഖാൻ സാറ്, അഭദ്ര ടീച്ചർ, അങ്ങനെ അവരുടെ അടുത്തൊക്കെ ഞാൻ കുറച്ച് വർഷം ഹിന്ദുസ്ഥാനിയും പഠിച്ചിട്ടുണ്ട്. പിന്നെ മസ്കറ്റിൽ പോയപ്പോൾ മാത്രമാണ് ആരെയും ഒരു ഗുരുവിനെ കിട്ടിയില്ല, ടീച്ചറെ അങ്ങനെ പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ഈ പാട്ട് തന്നെ മതി എന്നുള്ളൊരു ഉറച്ച തീരുമാനം ആയ സമയത്താണ് പിന്നെ ഇനിയും പാട്ട് കൂടുതൽ സീരിയസ് ആയിട്ട് പഠിക്കണം എന്ന് എനിക്ക് തന്നെ തോന്നാൻ തുടങ്ങി. ഇങ്ങനെയല്ല വേണ്ടത്. അപ്പോൾ അപ്പോഴാണ് വർക്കല ജയറാം സാറിൻ്റെ അടുത്തും ബിന്നി കൃഷ്ണകുമാർ, ബിന്നി ചേച്ചി ചെന്നൈയിലാണ്, കൃഷ്ണ സാറും ഇവർ രണ്ടുപേരും എന്നെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ജയറാം സാറിൻ്റെ അടുത്ത് ഇപ്പോഴും പാട്ട് പഠിക്കുകയാണ്. അങ്ങനെ ചേച്ചിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കവിതകളാണെന്ന് അറിയാം, കുഞ്ഞേട്ടത്തി, ഗോതമ്പ് മണികൾ. അപ്പം അതിൽ അത്രയും ഒരു ആഴമാർന്ന ആ ഒരു ഇഷ്ടം തോന്നാൻ കാരണം എന്തായിരുന്നു കവിതകളോട്? എനിക്ക് തോന്നുന്നു കുഞ്ഞേടത്തി ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് സ്റ്റേജിൽ ചൊല്ലിയ കവിതയാണ് കുഞ്ഞേടത്തി. അപ്പോൾ അതുകൊണ്ടും കൂടി ആയിരിക്കാം ആ കവിതയോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം എപ്പോഴും ഉണ്ട്. പിന്നെ ഗോതമ്പ് മണികൾ ഞാൻ ചെറുതായിരുന്നപ്പോൾ കോമ്പറ്റീഷനൊക്കെയും ഒരുപാട് ചൊല്ലിയിട്ടുള്ളൊരു കവിതയാണ്. അപ്പോൾ അത് അല്ലാതെ തന്നെ ഒരുപാട് ഇഷ്ടമുള്ളൊരു കവിതയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ 2 കവിതകൾ എപ്പോഴും. മുത്തശ്ശൻ്റെ കവിതകൾ എന്നിങ്ങനെ പറയുമ്പോൾ വേറെയും കവിതകളൊക്കെ പഠിച്ചിട്ടുണ്ട്, ചൊല്ലിയിട്ടുണ്ട്. പക്ഷേ ഈ 2 കവിത പെട്ടെന്ന് ആദ്യം എപ്പോഴും മനസ്സിൽ വരും. ഈ 2 കവിതകൾ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഒരു കവിത ഒന്ന് ചൊല്ലാമോ? ഞാൻ കുഞ്ഞേടത്തിയുടെ ഒരു കുറച്ച് വരികൾ ചൊല്ലാം. കുഞ്ഞേടത്തി തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നുമേറെ ഇഷ്ടം, കുഞ്ഞേടുത്തി തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നുമേറെ ഇഷ്ടം, പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരക്കുറെ ചാന്തു പൊട്ടും, ഈറൻ മുടിയിൽ എള്ളെണ്ണ മണം, ചില നേരം ആ തുമ്പത്തൊരു പൂവും, കയ്യിലൊരൊറ്റ കുപ്പിവള, മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ, മടിയിലിരുത്തിട്ടും മാറോടു ചേർത്തിട്ടും മണിമണി പോലെ കഥ പറയും, ആനയുടെ മയിലിൻ്റെ ഒട്ടകത്തിൻ്റെയും ആരും കേൾക്കാത്ത കഥ പറയും, കുഞ്ഞേടുത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നുമേറെ ഇഷ്ടം. അതുപോലെ തന്നെ വോയിസ് ഓഫ് ദ വീക്ക് ഏഷ്യാനെറ്റ് പ്രോഗ്രാം, പിന്നെ മഗരിസ, ഗന്ധർവ സംഗീതം. അതെ. അപ്പം അതിലേക്ക് ഉണ്ടായിരുന്ന അവസരങ്ങൾ എങ്ങനെയായിരുന്നു ചേച്ചിക്ക്? വോയിസ് ഓഫ് ദി വീക്ക് ശരിക്കും എനിക്ക് തോന്നുന്നു ചാനൽസിലെ ഒരു ആദ്യത്തെ ഒരു റിയാലിറ്റി ഷോ തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ആ സമയത്ത് അങ്ങനെ അത്ര ഇല്ല. അപ്പോൾ വളരെ പോപ്പുലർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അതിന്
പോവാനായിട്ട് ടീച്ചേഴ്സ് ആണെങ്കിലും വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും ഇങ്ങനെ നമുക്ക് പോയി നോക്കണം എന്നൊക്കെ ഉള്ളൊരിതായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആ കോമ്പറ്റീഷന് പോയി ഫൈനൽ വരെ എത്തിയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല നല്ല ഓരോ എപ്പിസോഡിലും ഓരോരോ പ്രഗത്ഭരായിട്ടുള്ള മ്യൂസീഷ്യൻസാണ് ജഡ്ജസ് ആയിട്ട് വരുന്നതും. കൃഷ്ണേന്ദ്രൻ ചേട്ടനായിരുന്നു ആങ്കറിങ്. അപ്പോൾ അങ്ങനെ വളരെ നല്ല ഒരു ലേണിംഗ് എക്സ്പീരിയൻസും കൂടിയായിരുന്നു. അപ്പോൾ നമ്മളൊരു പാട്ട് പാടുമ്പോൾ അവരത് അതിൻ്റെ കറക്ഷൻസ് എല്ലാം പറഞ്ഞു തരിക, അങ്ങനെ ഒരു നല്ല അനുഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് മകരിസ എന്നുള്ള പ്രോഗ്രാം ഏഷ്യാനെറ്റിൽ തന്നെ കുട്ടികളുടെ ഒരു ക്വിസ് കോമ്പറ്റീഷൻ പോലെയായിരുന്നു, മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള. അത് ഒരുപാട് പോപ്പുലർ ആയിരുന്നു ആ സമയത്ത്. കാരണം അങ്ങനൊരു പ്രോഗ്രാം എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇല്ല. അതിനുശേഷം അതിന് മുമ്പും അതിന് ശേഷവും ഉണ്ടായിട്ടില്ല. അപ്പോൾ കാരണം എല്ലാം കുട്ടികളാണ് ആങ്കർ ചെയ്യുന്നതും പാർട്ടിസിപ്പൻസ് ആയിട്ട് വരുന്നതും ഓർക്കസ്ട്രയും എല്ലാം കുട്ടികളാണ്, ഓഡിയൻസും കുട്ടികളാണ്. അപ്പോൾ അത് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ശരിക്കും സ്കൂളിൽ നിന്ന് അതിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിൽ നിൽക്കുന്ന സമയമായിരുന്നു ഞാൻ. എൻ്റെ മ്യൂസിക് ടീച്ചറൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ടീമായിട്ട് ഇങ്ങനെ ഞാനും വേറൊരു കുട്ടിയായിട്ട് ഞങ്ങളങ്ങനെ പോകണം എന്ന് തീരുമാനിച്ചിരുന്ന സമയത്താണ് ഇങ്ങനെ ഇതിലേക്ക് വിളിക്കാൻ വേണ്ടി അതിൻ്റെ വോയിസ് ഓഫ് ദ വീക്കൊക്കെ കണ്ടിട്ട് ആണ് അതിൻ്റെ പ്രൊഡ്യൂസർ വന്നത്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനായിട്ട് കരച്ചിലൊക്കെ ആയിരുന്നു. അച്ഛനോട് ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് പറ്റില്ല, എനിക്കിത് ആങ്കറിംഗ് ഒന്നും ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല, എനിക്ക് പറ്റില്ല. പാട്ട് പാടാനാണെങ്കിൽ അതുപോലെ അല്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അതെ. അപ്പോൾ അച്ഛൻ പറഞ്ഞില്ല, അത് എന്തായാലും അവരിത്രയും കാര്യമായിട്ട് വന്ന് വിളിച്ചല്ലേ, അപ്പോൾ നമ്മൾ 2 എപ്പിസോഡ് ഒന്ന് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട, പറ്റുന്നില്ലെങ്കിൽ വേണ്ട, അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തെങ്കിലും നോക്കാം. അങ്ങനെ പോയി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് 2 എപ്പിസോഡ് കഴിഞ്ഞപ്പോഴേക്കും എനിക്കും ഒരുപാട് ഇഷ്ടമായി. പിന്നെ അടുത്ത ഷൂട്ട് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെയായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ കൂടെ ആങ്കർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും പിന്നെ ഓർക്കസ്ട്രയിലുള്ള കുട്ടികൾ, അങ്ങനെ നമ്മളെല്ലാവരും തമ്മിൽ നല്ലൊരു ബോണ്ട്. എല്ലാവരും ഏകദേശം ഒരു പ്രായമാണ്. അപ്പോൾ ഒരു 3-4 വർഷത്തോളം നമ്മൾ ഒരു ഫാമിലി പോലെയായി ഏകദേശം. കാരണം നമ്മൾ അത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് അവരെ കാണുകയാണ്. എല്ലാ മാസവും എവിടെയെങ്കിലും യാത്ര ഉണ്ടാവും, പോയി ഷൂട്ടിങ് അങ്ങനെയൊക്കെ. അപ്പോൾ ഓരോ സ്ഥലത്ത് യാത്രയും ഒരുമിച്ച് ഒരു വലിയൊരു ബസ് എടുത്ത് എല്ലാവരും കൂടി പോയി ഏതെങ്കിലും ഒരു ഹോട്ടലിൽ എല്ലാവരും കൂടി താമസിക്കുക. പിന്നെ ഷൂട്ട് കഴിയുന്ന ദിവസം ഫുൾ അവിടെ കിടന്ന് കളിയായിരിക്കും, ഓടിക്കളിച്ച് അങ്ങനെയൊക്കെ. ശരിക്കും ആ ഒരു കുട്ടികളുടെ ഒരു ഇന്നസെൻസ് ആ ഒരു പ്രായത്തിൽ. അപ്പോൾ നല്ല അനുഭവം. ശരിക്കും നമ്മൾ ആ ഒരു അന്ന് എൻ്റെ കൂടെ അവതരിപ്പിച്ചിരുന്നവരാണെങ്കിലും ഓർക്കസ്ട്ര അവരൊക്കെയായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ പറയും നമ്മുടെ ജീവിതത്തിൽ ശരിക്കും വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ പറയുക ഡേയ്സ് ആണ് നമ്മുടെ ലൈഫിൽ. നമ്മുടെ ചൈൽഡ്ഹുഡ് ശരിക്കും ഭയങ്കര നല്ല മെമ്മറീസ് ആണ് അത് നമുക്ക് തന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഗന്ധർവസന്ധ്യ ആങ്കർ ചെയ്യാനായിട്ടുള്ള അവസരം വന്നു. ഗന്ധർവ സംഗീതം മകരിസ എന്നുള്ള പ്രോഗ്രാം പത്മകുമാർ എന്നുള്ള അങ്കിളാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പ്രൊഡ്യൂസർ അദ്ദേഹമായിരുന്നു. പിന്നെ ഗന്ധർവ സംഗീതം എന്നുള്ള പ്രോഗ്രാം വന്നപ്പോൾ കൈരളിയിലായിരുന്നു. അപ്പോൾ ശരിക്കും കുറച്ചും കൂടി ആങ്കറിങ് ചെയ്തൊരു അനുഭവം ഉള്ളതുകൊണ്ട് അത്രയും ടെൻഷൻ തോന്നിയില്ല. ജി വേണുഗോപാൽ അങ്കിളിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ആങ്കർ ചെയ്യാൻ പറ്റി എന്നുള്ളത്. അപ്പോൾ അതും ഒരു 2-3 വർഷത്തോളം അതും ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ സിനിമയിലേക്ക് വരുന്നതും ഒക്കെ. അപ്പോൾ ഈ മകരിസ ചെയ്യുന്ന സമയത്താണ് ഏറ്റവും നമ്മൾ ഒന്നാമത് കുട്ടികളായതുകൊണ്ട് തന്നെ ആൾക്കാർക്കൊരു പ്രത്യേക ഒരു ഇഷ്ടം വരുമല്ലോ. അപ്പം ഞാൻ റോട്ടിൽ വീടിൻ്റെ അടുത്താണ് സ്കൂള്, കാർമൽ സ്കൂള്. അപ്പോൾ ഞാൻ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്കൂളിൽ വരുന്ന വഴിക്കൊക്കെ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ മിൽക്കാബി എന്നായിരുന്നു പ്രോഗ്രാമിൻ്റെ സ്പോൺസർ അവരായിരുന്നു. അപ്പോൾ മിൽക്കാബി മകരിസ അതാണ് എപ്പോഴും പറയാം, മിൽക്കാബി മകരിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം, അങ്ങനെയാണ്. അപ്പോൾ മിൽക്കാബി ബോണു, മിൽക്കാബി മകരിസ അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ ചിലരിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്. രസമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. 2016 ഗുലാം അലി സാബിനെ ആദരിച്ചുകൊണ്ടുള്ള ഒരു ഗസൽ പ്രോഗ്രാം. ഗസലിനോട് എന്തുമാത്രം ഇഷ്ടമായിരുന്നു ചേച്ചിക്ക് ഉണ്ടായിരുന്നത്? എനിക്ക് ഗസൽസ് അങ്ങനെ ഞാൻ ചെറുതാകുമ്പോൾ തൊട്ടേ അങ്ങനെ കേൾക്കുന്ന ഒരു ഇതല്ല. പക്ഷേ എനിക്കിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഭാവം ചേർന്ന് അല്ലെങ്കിൽ ഒരു അൺപ്ലഗ്ഡ് ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ പാടി പോകുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണത്. അപ്പോൾ ഈ ഗസൽ കോൺസേർട്ട് ചെയ്യാനൊന്നും എൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മൾ വിട്ടുപിരിഞ്ഞ ശിവൻ എന്നുള്ള അദ്ദേഹം വളരെ എന്താ പറയുക ഇന്ത്യ കണ്ട വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫേഴ്സിൽ ഒരാളാണ്. ശിവൻ സ്റ്റുഡിയോ ഇവിടെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ശിവൻ അങ്കിളിൻ്റെ മുത്തശ്ശനായിട്ട് നല്ല അടുപ്പാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ച ആ ഒരു ദിവസം ഒരുപാട്
കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം ആ ദിവസം ഡിസംബർ 21 ശിവൻ അങ്കിൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിൻ്റെ പുറകിൽ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരു സ്റ്റേജും എല്ലാം ഒക്കെ നന്നായിട്ട് അലങ്കരിച്ച് അന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു വലിയ ആർട്ടിസ്റ്റ് വന്ന് ഒന്നെങ്കിൽ ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു ഡാൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ ആ പ്രോഗ്രാമിന് ഞാനാണ് കുട്ടിയാകുമ്പോൾ തൊട്ട് പ്രേയർ ചൊല്ലിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഡിസംബർ 21 എന്നുള്ള ഡേറ്റ് ഇങ്ങനെ എപ്പോഴും മനസ്സിലുള്ളതാണ്. കാരണം അന്നത്തെ ദിവസമാണെങ്കിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നാൽ വേഗം റെഡിയായി പ്രേയർ ചൊല്ലാൻ പോകും. പിന്നെ ആ ആർട്ടിസ്റ്റിൻ്റെ അന്നത്തെ പ്രോഗ്രാമും കഴിഞ്ഞ് അവിടെ നിന്ന് ഡിന്നറും കഴിച്ചിട്ടാണ് ഞങ്ങൾ വരിക. അപ്പോൾ അത് എത്രയോ വർഷമായിട്ടുള്ളൊരു ശീലമാണ്. അപ്പോൾ ശിവൻ അങ്കിള് ഒരുപാട് വാത്സല്യം എന്നോട് കാണിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നീ ഇങ്ങനെ എപ്പോഴും പ്രേയർ മാത്രം ചൊല്ലിക്കൊണ്ടിരുന്നാൽ പോരാ. അപ്പോൾ അന്ന് ഞാൻ സിനിമയിലൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, എപ്പോഴെങ്കിലും നീ ഇവിടെ പാടണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്കിൾ ഇതൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റൊക്കെ വന്ന് പാടുന്ന ഒരു സ്റ്റേജല്ലേ അവിടെ. പറഞ്ഞു, അല്ല അങ്ങനെ നീ വിചാരിക്കണ്ട, നീ പാടണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് എന്നുള്ള രീതിയിൽ തന്നെ അങ്കിൾ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഗസൽസ് പാടണം, അതാണ് എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്കിൾ ഞാൻ ഗസൽ കോൺസേർട്ടൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. അല്ല, അപ്പം ഞാൻ പറഞ്ഞു, അങ്കിൾ ഞാനൊരു ഭജൻ കോൺസേർട്ട് ചെയ്യാം. പറഞ്ഞു, അല്ലല്ല ഭജൻസ് അല്ല, ഗസൽ ചെയ്യണം. അപ്പോൾ അങ്കിൾ പറഞ്ഞു, ശരി എന്നാൽ ഗസലും ഭജനും കൂടി ചേർന്നിട്ട് അങ്ങനെ ചെയ്തോളൂ. അങ്ങനെ അങ്കിൾ അത് തീരുമാനിച്ച് ഫിക്സ് ചെയ്തു. അത് ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു, നീ ചെയ്യുകയാണ് അടുത്ത വർഷം. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അതൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഭയങ്കര ഒരു വേദിയാണ്. ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റ് വന്ന് പാടിയിട്ടുള്ളൊരു വേദി. അപ്പോൾ അങ്ങനെ ഗസൽസ് അങ്ങനെ പഠിച്ച് അതിന് വേണ്ടി പാടി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പ്രോഗ്രാംസൊക്കെ ചെയ്തിരുന്നു അത് കഴിഞ്ഞ ഗസൽസിന്. പിന്നെയാണ് സൂര്യ ഫെസ്റ്റിവൽ കൃഷ്ണമൂർത്തി സാറ് അങ്ങനെ 1-2 പ്രോഗ്രാം കണ്ടിട്ടാണ് ഞാൻ CD ഒക്കെ കൊണ്ട് കൊടുത്തിരുന്നു അദ്ദേഹത്തിന് കേൾക്കാനൊക്കെ ആയിട്ട്. അദ്ദേഹത്തിന് വരാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അങ്ങനെ വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കൊണ്ട് കൊടുത്തു, CD കേൾക്കണം സാറിന് സമയം കിട്ടുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസരം സാറ് ഫെസ്റ്റിവലിൽ തന്നു. അപ്പോൾ അതൊക്കെ വലിയൊരു എന്താ പറയുക, എന്നെപ്പോലത്തെ ഒരു ആർട്ടിസ്റ്റിന് എന്താ പറയുക, ഞാൻ സ്വപ്നം പോലും കാണാത്തൊരു വേദിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് സാർ അത്രയും ആർട്ടിനെ ആണെങ്കിലും ആർട്ടിസ്റ്റിനാണെങ്കിലും ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു മനസ്സുകൊണ്ടാണ് എന്നെപ്പോലത്തെ ഒരു ആർട്ടിസ്റ്റിനൊക്കെ അങ്ങനത്തെ ഒരു അവസരം തന്നത്. അപ്പോൾ 4-5 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷം ഈ ഡിസംബറിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. ശ്രീ ONV കുറുപ്പ് മുത്തച്ഛനായിട്ടുള്ള ഓർമ്മകൾ നോക്കുകയാണെങ്കിൽ മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ എന്തൊക്കെയായിരുന്നു? അങ്ങനെ പ്രത്യേകിച്ചൊരു ഓർമ്മയായിട്ട് പറയാൻ പറ്റില്ല. കാരണം കുഞ്ഞുതാമത്ത് തൊട്ട് എനിക്ക് ജനിച്ച സമയം തൊട്ട് ഞാൻ കാണുന്ന, ഇപ്പം അമ്മയും അച്ഛനെയും കാണുന്ന പോലെ തന്നെയാണ് മുത്തശ്ശനും അച്ഛമ്മയും കാണുന്ന 2 വ്യക്തികളാണ്. കാരണം അവരൊരുമിച്ചാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട്. ഇപ്പോൾ നല്ല നല്ല ഓർമ്മകളുണ്ട്. പിന്നെ മുത്തശ്ശനായിട്ട് വഴക്ക് കൂടിയതും പിണങ്ങിയിരിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളെല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെയും അങ്ങനെ നോക്കുകയാണെങ്കിൽ അതും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ തന്നെയാണ്. അപ്പോൾ പിന്നെ പാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ ഒരു ഓർക്കസ്ട്ര വെച്ചിട്ട് പാടിയത്, അത് മുത്തശ്ശൻ്റെ പാട്ട് തന്നെയാണ്. മഴവിൽക്കൊടി കാവടി എന്നുള്ള പാട്ടാണ്. ഞാനത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഓർക്കസ്ട്ര വെച്ചിട്ട് ഒരു ഗാനമേള പോലെ പാടുന്നത് ആദ്യമായിട്ട് അപ്പോഴാണ്. അപ്പോൾ അത് വിമൻസ് കോളേജ് ഗ്രൗണ്ടിൽ ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ മുത്തശ്ശനുണ്ട് അന്ന് ഗസ്റ്റായിട്ടൊക്കെ. അപ്പോൾ അതൊരു മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. മുത്തശ്ശൻ്റെ പാട്ട് തന്നെ അങ്ങനെ പാടാൻ പറ്റി. പിന്നെ മുത്തശ്ശൻ്റെ പാട്ട് പാടിയാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ആ റെക്കോർഡിങ്ങിന് മുത്തശ്ശനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ശരിക്കും നമുക്ക് പാട്ടിൻ്റെ ഒരു സിംഗർ എന്നുള്ള രീതിയിലാണെങ്കിൽ അതൊക്കെ ശരിക്കും ഒരുപാട് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ആ ഒരു പാട്ട് ഇപ്പം പാടാമോ, മഴവിൽക്കാവടി? പാടാം. അത് ഒരുപാട് സ്റ്റേജസിൽ ഞാൻ പിന്നെ കുറേ പാടിയിട്ടുള്ളൊരു പാട്ടാണ്. അത് ആൾക്കാർക്ക് ശരിക്കും മുത്തശ്ശൻ സലിത കോമ്പിനേഷനിൽ ഒരുപാട് ഹിറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഈ പാട്ട് സ്റ്റേജിലും പാടിയാലും ഭയങ്കര ഇഫക്റ്റുള്ളൊരു പാട്ടുമാണ്. ആൾക്കാർക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടുമാണ്. ജാനകി അമ്മയാണ് പാടിയിട്ടുള്ളത്. അത് പാടാം. മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ? മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ? ഇപ്പം കോളേജ് ആണെങ്കിലും സ്കൂളാണെങ്കിലും ഫെസ്റ്റിവൽസിന് കോമ്പറ്റീഷന് കാണും, കലോത്സവങ്ങളൊക്കെ. ഇപ്പൊ ഒരു ഗായിക എന്ന നിലയിൽ എങ്ങനെയൊക്കെയായിരുന്നു ആ ഒരു, ഇപ്പം ജയമല്ല തോൽവിയും ഉണ്ടാകാറുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയായിരുന്നു ഫേസ് ചെയ്തിരുന്നേ? അല്ല, ഞാനത് ഒട്ടും ഞാൻ അതിന്
ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരാളെ ആയിരുന്നില്ല. ആഹ് കോമ്പറ്റീഷന് പോവാന്ന് ആ സമയത്തൊന്നും അങ്ങനെ ഒരു ഭയങ്കര സീരിയസ് ആയിട്ട് ഇപ്പം ഈ കോമ്പറ്റീഷന് പോയിട്ട് എനിക്ക് പ്രൈസ് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം അങ്ങനെയും ഇല്ല എനിക്ക്. അങ്ങനെയായിരുന്നു ഞാനിങ്ങനെ നന്നായിട്ട് പാടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് മോശമാവരുത്, നന്നായിട്ട് പാടാൻ പറ്റണം എന്നുള്ള എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഏഹ്, ചെറുതാകുമ്പോൾ തൊട്ടേ ഉള്ളൊരു ആ ഒരു അതിനുവേണ്ടി വർക്ക് ചെയ്യുമായിരുന്നു. നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് പോവുക. പക്ഷേ പ്രൈസ് കിട്ടണം എന്ന് അങ്ങനെ ഒരുപാട് അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് എപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടില്ലായിരുന്നു. കോമ്പറ്റീഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അച്ചമ്മയാണ് മിക്കവാറും എന്നെ കൊണ്ടുപോയിട്ടുള്ളത്. കാരണം അമ്മ വർക്കിംഗ് ആയിരുന്നല്ലോ അപ്പോഴും. അപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോയാൽ രാവിലെ തൊട്ട് ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും തീരുന്നത്. അപ്പോൾ കൂടെ ഈ സ്കൂളിൽ നിന്നുള്ള വേറെ പല പല ഇനങ്ങളിലായിട്ട് ഐറ്റംസിലൊക്കെ മത്സരിക്കാനായിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെയും പലരൊക്കെ ഉണ്ടാവും. ഡാൻസിനോ അല്ലെങ്കിൽ വേറെ സ്കിറ്റ് അങ്ങനെ പലതിനായിട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ ഗ്രൂപ്പ് സോങ് ഉള്ള ദിവസമാണെങ്കിൽ ഗ്രൂപ്പ് സോങ്ങിലുള്ള കുട്ടികൾ, അപ്പോൾ അവരൊക്കെ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അപ്പോൾ അച്ഛമ്മ എന്നെ പിന്നെ ചീത്ത പറയാറുണ്ട്. കാരണം ചിലപ്പോൾ ചില സമയത്തൊക്കെ എന്നെ ആ റോൾ നമ്പർ എൻ്റെ വിളിക്കുമ്പോൾ അവിടെ ഒന്നും ഞാൻ ഉണ്ടാവില്ല. ഞാനവിടെ ഫ്രണ്ട്സിനോട് അവിടെ എവിടെയെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും. പിന്നെ ടീച്ചേഴ്സൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വേഗം സ്റ്റേജിൽ കയറ്റും. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ഇതേപോലെ കോമ്പറ്റീഷൻ കഴിഞ്ഞാലും വേഗം കളിക്കാൻ പോകും. അപ്പോൾ അതൊരു പ്രൈസ് കിട്ടിയോ ഇല്ലേ എന്നുള്ളതൊന്നും അതൊന്നും അങ്ങനെ വലിയൊരു ബോദർ ചെയ്തിട്ടില്ല. പിന്നെ ചില സമയത്ത് നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തപ്പോൾ ചില കഷ്ടപ്പെട്ട് പഠിച്ച ചില കവിതകൾ അല്ലെങ്കിൽ പാട്ട് അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ കുമാരനാശാൻ്റെ പ്രരോദനം അതൊക്കെ ശരിക്കും ഒരുപാട് സംസ്കൃത ഇതായിട്ടുള്ളൊരു കവിതയാണ്. പദങ്ങൾ ഒരുപാടുള്ള. അപ്പോൾ അതൊക്കെ കുറച്ച് കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതിന് നമ്മൾ വിചാരിക്കാത്തൊരു ഫലം നമുക്ക് കിട്ടിയപ്പോഴൊക്കെ ഒരു വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് അങ്ങനെ അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് അങ്ങനെ വേറെ ഒരു ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ടീച്ചേഴ്സും പറയും അത് അങ്ങനെ അപർണ അങ്ങനെ ഒരു കരച്ചിലോ അങ്ങനെ വിഷമം അങ്ങനെയുള്ളൊരു കുട്ടിയായിരുന്നുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ ഹാൻഡിൽ ചെയ്യാനൊന്നും കുഴപ്പമില്ല. അവർക്കൊക്കെ വിഷമം തോന്നിയിട്ടുണ്ട്, അയ്യോ കിട്ടിയില്ലല്ലോ എന്നുള്ള. അങ്ങനെ ഒന്ന് രണ്ട് അങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഒന്നും കിട്ടില്ലല്ലോ. ഇപ്പോൾ കോമ്പറ്റീഷൻ ആകുമ്പോൾ അതൊക്കെ ഒരു ഭാഗ്യം കൂടിയല്ലേ. മേഡ് ഇൻ യു എസിൽ വിദ്യാസാഗർ പ്രോഗ്രാം വിളിച്ചപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു നിമിഷം? ഞാൻ 12th ബോർഡ് എക്സാമിൻ്റെ സമയമാണ്. അപ്പോൾ അമ്മയുടെ നാട് എറണാകുളത്താണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വളഞ്ഞമ്പലം അമ്പലത്തിൽ ഇങ്ങനെ ഒരു ഭജൻ കോൺസേർട്ടായിട്ട് നിൽക്കുന്ന സമയത്താണ് രാജീവ് അഞ്ചൽ അങ്കിളാണ് ഇതിൻ്റെ ഡയറക്ടർ, മെയ്ഡ് ഇൻ യു എസ് എ. അപ്പോൾ അദ്ദേഹം നമുക്ക് ഫാമിലിയായിട്ട് വർഷങ്ങളായിട്ട് അറിയുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഇങ്ങനെ മുത്തശ്ശൻ എഴുതുന്നുള്ളതൊന്നും നമുക്കറിയില്ല. കാരണം മുത്തശ്ശൻ ആ സമയത്ത് ഇപ്പോൾ കവിതകൾ എഴുതുന്നു, ഒരേ സമയത്ത് പാട്ടിൽ എഴുതുന്നു, അങ്ങനെ പലതും. മുത്തശ്ശൻ എപ്പോഴും ആ ഒരു മുത്തശ്ശൻ എഴുതുന്ന ഒരു റൂമുണ്ട്, അവിടെ ഇരുന്നിട്ട് മിക്ക സമയം എഴുത്ത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ എന്താണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മളങ്ങനെയൊന്നും അറിയാറില്ല. അപ്പോൾ അങ്കിളിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനൊരു സിനിമയിലൊരു പാട്ട് നമുക്ക് നോക്കാം. വിദ്യാസാഗർ സാറാണ് സംഗീതം. അപ്പോൾ അതുകൊണ്ട് സാറിൻ്റെ അറിയാലോ, സാറിൻ്റെ അടുത്ത് മുന്നിൽ എത്തിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ സാറിന് ഇഷ്ടപ്പെട്ട പാടും, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു വോയിസ് ടെസ്റ്റ് നമുക്ക് എന്തായാലും സാറിൻ്റെ അടുത്ത് പോവാം എന്നുള്ള രീതിയിൽ അങ്ങനെ. അപ്പോൾ ശരിക്കും ഒരു ദേവിയുടെ അനുഗ്രഹം പോലെ തോന്നി. കാരണം ഞാൻ വളഞ്ഞമ്പലം എന്നുള്ളത് ചെറുതാകുമ്പോൾ തൊട്ട് ഞാൻ വെക്കേഷനൊക്കെ എറണാകുളത്ത് പോയി നിൽക്കുമ്പോൾ എല്ലാ ദിവസവും പോകുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആത്മബന്ധം തോന്നിയിട്ടുള്ള ഒരു അമ്പലമാണ് ഇപ്പോഴും. അപ്പോൾ അവിടെ ആദ്യമായിട്ടാണ് ഞാനൊരു ഭജൻ കോൺസേർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന അതിന് വേണ്ടി പോയതാണ്. അതിൻ്റെ തലേ ദിവസമാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അതൊരു വലിയൊരു ദേവിയുടെ അനുഗ്രഹം പോലെ തന്നെ തോന്നി. പിന്നെ റെക്കോർഡിങ്ങിൻ്റെ അനുഭവമൊക്കെ ശരിക്കും മറക്കാൻ പറ്റാത്ത തന്നെയാണ്. വോയിസ് ടെസ്റ്റിന് സാറിന് ഇഷ്ടമായി. വരമഞ്ഞളാടിയ പാട്ടാണ് സാറിൻ്റെ പാട്ട്, അതാണ് പാടിയത്. പിന്നെ റെക്കോർഡിങ് കുറച്ച് ലേറ്റ് നൈറ്റായിട്ടായിരുന്നു റെക്കോർഡിങ്. അപ്പോൾ സാറ് ഒരുപാട് ഭയങ്കര എൻകറേജിങ് ആയിരുന്നു. അങ്ങനെ ടെൻഷനൊന്നും നമ്മളാക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ അങ്ങനെ പോയി. മാളികപ്പുറത്തിലെ പാട്ട് ചേച്ചി പാടിയിരുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും ഹിറ്റായ ഒരു മൂവി ആയിരുന്നു ആ ഒരു ടൈമിൽ. അപ്പം ആ ഒരു സോങ് നങ്ങേലിപ്പൂവിലെ സോങ് ഹിറ്റാവെന്ന് കരുതിയിരുന്നോ? ഹിറ്റാവുന്നൊന്നും അങ്ങനെ നമ്മളിപ്പോൾ ഒരു പാട്ട് പാടുമ്പോൾ ഹിറ്റാവണം, നമ്മുടെ മനസ്സിൽ ആൾക്കാരത് ഇഷ്ടപ്പെടണം, അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു നമുക്ക് ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ല. സിനിമയുടെ കാര്യമാകുമ്പോൾ എല്ലാം ഒരു ഒരുപാട് നമ്മൾ വിചാരിച്ച് ഈ പാട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഹിറ്റാവുമെന്ന് വിചാരിച്ച് നമ്മൾ ചില പാട്ടുകൾ പാടിയാലും ചിലപ്പോൾ അങ്ങനെ വലിയ റീച്ച് കിട്ടില്ല. ചില പാട്ടുകൾ അത്രയും നമ്മൾ വിചാരിക്കാതെ പാടിയ പാട്ടിൽ ചിലപ്പോൾ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തിയതുമുണ്ട്. അപ്പോൾ പക്ഷെ നങ്ങേലിപ്പൂവ് എനിക്ക് കേട്ടപ്പോഴേ ഒരു ഭയങ്കര ഇഷ്ടം തോന്നിയൊരു പാട്ടാണ് മനസ്സിലേക്ക്. ഞാനത് രഞ്ജിൻ രാജാണ് മ്യൂസിക്. രഞ്ജിനോട് അപ്പോൾ തന്നെ കേട്ടപ്പോൾ തന്നെ പറയുകയും ചെയ്തു, ഭയങ്കര ഇഷ്ടമായി.
അപ്പം നല്ല എൻജോയ് ചെയ്തിട്ടാണ് റെക്കോർഡിംഗ് ഒക്കെ ചെയ്തത്. അപ്പോൾ ആ പാട്ട് ശരിക്കും വിചാരിച്ച പോലെ തന്നെ ആൾക്കാരുടെ മനസ്സിലത് കയറി. ഒരുപാട് നല്ല നല്ല റെസ്പോൺസും നല്ല മെസ്സേജസും പിന്നെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ കുട്ടികളെന്ന് മാത്രമല്ല റീൽസ് പലരും അത് ഷെയർ ചെയ്തിട്ട് ടാഗ് ചെയ്തിട്ടുമൊക്കെ ഒരുപാട് റീൽസ് അങ്ങനെ ആ സമയത്ത് വന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു വലിയ സന്തോഷം തരുന്ന കാര്യമാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ. പ്ലേ ബാക്ക് മ്യൂസിക്, കർണാടക ക്ലാസിക് മ്യൂസിക് രണ്ടും നോക്കണ ചേച്ചി കുറച്ചും കൂടെ ഒരു ഇഷ്ടം തോന്നുന്നത് ഏതിനോടായിരിക്കും? അത് പ്ലേ ബാക്ക് സിംഗിങ് ആയിരിക്കും. പ്ലേ ബാക്ക് മ്യൂസിക് ഐ മീൻ സിനിമാ സംഗീതത്തോടാണ് കുറച്ചും കൂടി ഇഷ്ടം. പക്ഷെ കർണാട്ടിക് മ്യൂസിക് തീർച്ചയായിട്ടും അത് പഠിച്ചത് കൊണ്ട് എൻ്റെ പാട്ടിൽ ഞാൻ പാടുന്നതിൽ ടെക്നിക്കലായിട്ടുള്ള പല കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ക്ലാസിക്കൽ മ്യൂസിക് ഇഷ്ടം തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടി ഞാൻ എൻജോയ് ചെയ്യുന്നതും കേൾക്കാൻ എൻജോയ് ചെയ്യുന്നതൊക്കെ സിനിമാ പാട്ടുകളാണ്. ഓക്കെ. ഇപ്പം കോവിഡ് കാലമാണെങ്കിലും എല്ലാത്തിനും ബ്രേക്ക്, കാരണം പല ജോലിക്കാർക്കാണെങ്കിലും ആ ഒരു സമയത്ത് ബ്രേക്ക് എടുത്ത് അതെ വീട്ടിലിരുന്ന അതെ സമയമാണ്. അപ്പം സിംഗേഴ്സിന് പ്രോഗ്രാംസിന് തന്നെ പോകാൻ പറ്റുന്ന അതെ അതെ സിറ്റുവേഷൻ അതാണ്. അതെ അപ്പൊ അതെ ചേച്ചി എങ്ങനെയായിരുന്നു ആ ഒരു ടൈമിലൊക്കെ? ശരിക്കും അത് എല്ലാവരുടെ ലൈഫിലും ഒരു ഒരു എന്താ പറയുക, കോവിഡിന് മുമ്പും കോവിഡ് കഴിഞ്ഞിട്ടും എന്നുള്ളൊരു ഇതുപോലെയാണല്ലോ, ഒരു പോസായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ആർട്ടിസ്റ്റിനൊക്കെ എല്ലാവർക്കും ഒന്നും ഒരു അവസരമില്ല, ഒന്നും ഇല്ലാത്തൊരു സമയം തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ആ സമയത്താണ്. ഇതിനു മുമ്പും പലപ്പോഴും യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പലരും പറയും, ഞാൻ വിചാരിച്ചിട്ടുമുണ്ട്. പക്ഷെ അതങ്ങനെ നടന്നില്ല അപ്പോഴൊന്നും. പക്ഷേ ഈ കോവിഡ് സമയമായപ്പോൾ വേറെ ഒന്നും അവസരങ്ങളൊന്നുമില്ല. അപ്പോൾ തോന്നി പാട്ട് ആൾക്കാരിലേക്ക് എത്തണം. അങ്ങനെ അപ്പോൾ നമുക്കിപ്പോൾ പ്രോഗ്രാം ഇല്ലെങ്കിൽ നമ്മുടെ പാട്ട് എങ്ങനെ ആൾക്കാരിലേക്ക് എത്തും? അപ്പോൾ അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി ആ സമയത്ത്. പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും പോകുന്നു. അപ്പോൾ അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അന്ന് അങ്ങനെ തുടങ്ങിയത് എന്തുകൊണ്ട് നന്നായി എന്ന് എപ്പോഴും തോന്നാറുണ്ട്. കവർ സോങ്സ് ചെയ്തു. ചില കവർ സോങ്സിനൊക്കെ ഒരുപാട് റീച്ച് വന്നു. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും റീച്ച് വന്നു. പിന്നെ ചില ഒറിജിനൽ സോങ്സ് ചെയ്തു. അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങനെ ഓരോ പാട്ടിനും നമുക്ക് ആൾക്കാർ നല്ല നല്ല കമൻസൊക്കെ നമ്മുടെ ചാനലിൽ, അല്ലെങ്കിൽ ചേച്ചി ഈ പാട്ടൊന്ന് പാടിയിടാമോ, അല്ലെങ്കിൽ ഈ കവിത ഇടാമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓരോരുത്തർ റിക്വസ്റ്റൊക്കെ എനിക്ക് മെസ്സേജസൊക്കെ വരും. അപ്പോൾ അതൊക്കെ നമുക്കൊരു സന്തോഷമാണ്. കാരണം ആൾക്കാരത് എൻജോയ് എൻജോയ് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നു എന്നുള്ളതിൻ്റെ. അതെ. ഇപ്പം കോളേജിൽ ഇപ്പം അല്ലെങ്കിൽ സ്കൂളിൽ കലോത്സവങ്ങൾ നമുക്ക് എപ്പോഴും വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഗായിക എന്ന നിലയിൽ ചേച്ചി എങ്ങനെയായിരുന്നു? കാരണം എപ്പോഴും വിജയം മാത്രം, നമുക്ക് തോൽവിയും വരാറുണ്ട്. അപ്പോൾ ആ തോൽവിയിലൊക്കെ എങ്ങനെയായിരുന്നു ചേച്ചി അത് കാണുന്നത്? ഇല്ല, അതിൽ ഞാൻ പണ്ട് തൊട്ടേ അങ്ങനെ ഒരു വലിയ ബോദർ ചെയ്യാത്ത ഒരാളായിരുന്നു. അതൊരു നല്ല കാര്യമായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെ ഭയങ്കര വിഷമം വരുന്ന ഒരാളൊക്കെ ആയിരുന്നെങ്കിൽ ശരിക്കും നമുക്ക് അതിനെ പിന്നെ ഇമോഷണലി അതെ, കരഞ്ഞ് പിന്നെ അതിൻ്റെ വെറുതെ അതിൻ്റെ ഒന്നും ഒരു ഇത് വന്നിട്ടില്ല. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാ പ്രാവശ്യവും പ്രൈസ് കിട്ടണമെന്നില്ല. മിക്ക പ്രാവശ്യവും കിട്ടിയിട്ടുണ്ട്. പക്ഷെ കിട്ടാത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അങ്ങനെ ഒരു വിഷമിച്ചിരിക്കുക അല്ലെങ്കിൽ കരയുക, അയ്യോ കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ആ ജഡ്ജസിൻ്റെ ജഡ്ജ്മെൻ്റ് ആണ്, അത്രയേ ഉള്ളൂ. അത് അവരുടെ അതിനൊരു വാല്യൂ കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാനിങ്ങനെ ഈ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ ശരിക്കും അങ്ങനെ പ്രൈസ് കിട്ടുമോ ഇല്ല, അങ്ങനെ അതിനെക്കാട്ടിലും കൂടുതൽ ആ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. അവിടെ ഫ്രണ്ട്സ്, എൻ്റെ സ്കൂളിൽ നിന്ന് ഇപ്പോൾ പല പല ഐറ്റംസിനൊക്കെ ആയിട്ടും ഫ്രണ്ട്സൊക്കെ വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ അവരുടെ കൂടെ കളിക്കുക. രാവിലെ തൊട്ട് മിക്കവാറും ചിലപ്പോൾ രാത്രിയാവും തീരുമ്പോൾ ഈദ് ഫെസ്റ്റിനൊക്കെ. അപ്പോൾ അച്ഛമ്മയാണ് മിക്കവാറും കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ അച്ഛമ്മയൊക്കെ എൻ്റെ ഇടയ്ക്ക് ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ കോമ്പറ്റീഷൻ്റെ എൻ്റെ കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ അടുത്തത് എൻ്റെ ആയിരിക്കും. ചെസ് അപ്പോൾ നമ്പർ. നോക്കുമ്പോൾ ചെസ് നമ്പർ കാണുന്നില്ല. അപ്പോൾ എവിടെയെങ്കിലും ഇത് നിൽക്കുന്നുണ്ടാവും കളിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ടീച്ചേഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു കളിയായിരുന്നു അന്ന്. ഇങ്ങനെ ഒരു പക്ഷെ പാട്ട് നന്നായിട്ട് പാടണം എന്നുള്ളൊരു അതുണ്ടായിരുന്നു. അതിനു വേണ്ടി പ്രാക്ടീസൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തൊക്കെ തന്നെ പോവുക. പക്ഷെ അത് കഴിഞ്ഞാൽ പാടിക്കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടു. പിന്നെ ഞാൻ കളിയാണ്. അങ്ങനെയായിരുന്നു. ശ്രീ ONV കുറുപ്പ് മുത്തശ്ശൻ ഇപ്പം കവി മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഒരു അധ്യാപകനും കൂടിയായിരുന്നു. അപ്പോൾ പേഴ്സണലി ചേച്ചിയുടെ ഒരു ഇഷ്ടം ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും ഇഷ്ടമായിരുന്ന ഒരു റോള്? പേഴ്സണലി ഇപ്പോൾ ഞാനൊരു ഗായിക എന്നുള്ള രീതിയിലാണെങ്കിൽ എനിക്ക് മുത്തശ്ശൻ്റെ സിനിമാ പാട്ടിലെല്ലാം ഒരുപാട് ഇഷ്ടമുള്ളൊരു ആളാണ്. അപ്പോൾ അതിനോടൊരു ഒരു കൂടുതൽ ഇഷ്ടമുണ്ട്. പക്ഷെ മുത്തശ്ശൻ എന്നുള്ള ആ അധ്യാപകൻ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശൻ്റെ ക്ലാസ്സിൽ അവർക്ക് ഇരിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ടും, അല്ലെങ്കിൽ ആ മുത്തശ്ശൻ്റെ
പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് അവർക്ക് എടുത്തിട്ടില്ലെങ്കിലും മുത്തശ്ശൻ്റെ ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ടി അവർ ഒളിച്ചു വന്ന് ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്, മുത്തശ്ശൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. അങ്ങനെയൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് എന്ത് വലിയ ഭാഗ്യമാണ്. കാരണം ഞാൻ സ്കൂളിലോ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ മലയാളം പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ വരുമ്പോൾ മുത്തശ്ശനോട് എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ പോയിട്ട് മുത്തശ്ശൻ എനിക്കിതിലൊരു ഇങ്ങനെ ഡൗട്ട് ഉണ്ട്, ഇതൊന്ന് പറഞ്ഞുതരും. മുത്തശ്ശൻ അപ്പോൾ പറയാൻ പറ്റുന്നതാണെങ്കിൽ അപ്പം തന്നെ പറയും, അതല്ലെങ്കിൽ പറയും ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വരാൻ പറയും. അപ്പോൾ ഞാൻ അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ, അല്ലെങ്കിൽ 10 മിനിറ്റ്, അത് ഒരുപാട് അതിൻ്റെ അപ്പുറം ഒരുപാട് പോകാറില്ല, ഒരു 5-10 മിനിറ്റ് അത്രയേ ഉള്ളൂ മുത്തശ്ശൻ പറയുന്നത്. എന്നിട്ട് എനിക്കതൊക്കെ നന്നായിട്ട് ഭംഗിയായിട്ട് അത് കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു ഡൗട്ട് ഒന്നുമില്ല, ഭയങ്കര ക്ലിയറാണ്. അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് കിട്ടുന്ന ആ ഒരു വലിയ ആ ഒരു ഭാഗ്യത്തിൻ്റെ ഒരു വ്യാപ്തി എന്താണെന്ന് നമ്മൾ അങ്ങനെ ആലോചിക്കുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ പലരും ഇത് പറഞ്ഞു കേൾക്കുമ്പോഴാണ് മുത്തശ്ശൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൻ്റെ ആ ഒരു വലിയ ഇതും, അവർ കിട്ടാത്തതിലുള്ള വിഷമം പറഞ്ഞവരുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ. അതെ അതെ. അവാർഡ്സ് വൈസ് നോക്കുകയാണെങ്കിൽ ചേച്ചിക്ക് ആ കിട്ടിയ നിമിഷങ്ങൾ എങ്ങനെയായിരുന്നു അവാർഡ്സിന്റെ? കാരണം ഒരുപാട് അവാർഡ്സ് ഇപ്പൊ 2009 ചേച്ചിക്ക് ഒരു 3 അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങൾ എങ്ങനെയായിരുന്നു അനുഭവം? അവാർഡ്സ് നമുക്ക് എപ്പോഴും ഒരു ആർട്ടിസ്റ്റിന് എപ്പോഴും ഒരു പ്രചോദനമാണല്ലോ. നമുക്കിങ്ങനെ നമുക്കും ഇനിയും മുന്നോട്ട് പോവാനുള്ള ഒരു വലിയൊരു ഊർജം തന്നെയാണ്. അപ്പോൾ അത് ഏത് അവാർഡായാലും സന്തോഷമാണ്. ആദ്യമായിട്ട് കിട്ടിയൊരു അവാർഡ് എനിക്ക് 2009 ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ്. അത് കിട്ടിയ പാട്ട് മഞ്ജുതരശ്രീ എന്നുള്ള പാട്ട്, മിഴികൾ സാക്ഷി എന്നുള്ള സിനിമയിൽ. അത് മറ്റൊരു വലിയ ഭാഗ്യം ദക്ഷിണാമൂർത്തി സ്വാമി അദ്ദേഹത്തിൻ്റെ സംഗീതമായിരുന്നു. അദ്ദേഹം 20 വർഷം കഴിഞ്ഞ് സിനിമയിലേക്ക് തിരിച്ചു വന്ന് ചെയ്ത സിനിമയാണ് മിഴികൾ സാക്ഷി. അപ്പോൾ അതിലെല്ലാ പാട്ടുകളും മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. ദാസേട്ടനും ചിത്ര ചേച്ചിയും ജാനകിയമ്മയ്ക്കാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്കൊരു പാട്ട് അതിനകത്ത് പാടാൻ പറ്റി. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് ശരിക്കും. അതിനകത്തൊരു അവാർഡ് ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ പോലും അതൊരു അവാർഡിന് തുല്യം തന്നെയാണ് അദ്ദേഹത്തിന് ഒരു പാട്ട് പാടാൻ പറ്റിയത്. സുകുമാരി അമ്മയും ലാലേട്ടനും പിന്നെ വിനീതേട്ടനൊക്കെ കൂട്ടി നല്ലൊരു മനോഹരമായിട്ടുള്ള അത് പിക്ചറൈസേഷനും നല്ലതാണ്, അതിൻ്റെ വളരെ നല്ലതാണ്. അപ്പോൾ സുകുമാരി അമ്മയുടെ മരിച്ച സമയവും അങ്ങനെ ഓർമ്മിക്കാനുള്ള പല അവസരങ്ങളിലും ഈ പാട്ടെടുത്ത് പലരും എനിക്ക് ഇങ്ങനെ സെൻഡ് ചെയ്യാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട് എന്നെ ടാഗ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ ആ പാട്ടിനാണ് ആദ്യമായിട്ട് ഫിലിം ക്രിട്ടിക്സ് അവാർഡും വേൾഡ് മലയാളി കൗൺസിൽ അവാർഡും കലാകേരള അവാർഡ്, പിന്നെ ഫിലിം ഫെയർ നോമിനേഷനിൽ അവസാനം വരെ ചെന്നു. ചിത്ര ചേച്ചിയുടെ കൂടെയാണ്. അപ്പോൾ അതൊരു വലിയ ഒരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു, ഓണറാണത്. പിന്നെ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഏത് അവാർഡായാലും നമുക്ക് കിട്ടുന്നതൊരു വലിയ സന്തോഷം തന്നെയാണ്, പ്രചോദനമാണ്. അതെ. ഇപ്പം സംഗീത കുടുംബമാണ്, കാരണം നമുക്കൊരു ഫാമിലി സപ്പോർട്ടീവ് ഉണ്ടാകുന്ന പറഞ്ഞ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം ആ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു കൂടുതലും സപ്പോർട്ടീവായിട്ട് ഫാമിലി ഉണ്ടായിരുന്നത്? തീർച്ചയായിട്ടും അത് ഇപ്പം എൻ്റെ ഫാമിലി ആണെങ്കിലും സപ്പോർട്ട് എന്നുള്ളതിന് അത് ചെറുതാകുമ്പോൾ തൊട്ടേ അങ്ങനെയാണല്ലോ. പാട്ടിന് വേണ്ടി ഇപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിന് അല്ലെങ്കിൽ ഏത് കോമ്പറ്റീഷനും എന്തായാലും, ഇപ്പോൾ ഞാൻ മകരസ ചെയ്യുന്നതാണെങ്കിലും ഗന്ധർവസന്ധി അങ്ങനെ ഏത് ഇതിനാണെങ്കിലും ഇതൊക്കെ ഒന്നും ഒരു സമയത്ത് തുടങ്ങി ഇപ്പോൾ കറക്റ്റ് സമയത്ത് തീരും എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല ഇതൊക്കെ. അപ്പോൾ അത് അമ്മ അപ്പോഴും ജോലി ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ചമ്മയാണ് കൂടുതലും എന്നെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അച്ചമ്മ ഞാനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ അയ്യോ ഇത് എത്ര സമയം എന്നൊക്കെ എനിക്ക് തോന്നിയാൽ പോലും അച്ചമ്മയ്ക്ക് ഒരു മുഷിച്ചിലില്ല, ഒന്നുമില്ല. ഒരു ക്ഷീണമൊന്നും അച്ചമ്മ കാണിച്ചിട്ടില്ല. ഭയങ്കര ഉത്സാഹത്തിലാണ് എന്നെ കൊണ്ടുപോകുക ഇങ്ങനെ പാട്ടിൻ്റെ കാര്യത്തിനൊക്കെ. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ എൻ്റെ കരിയർ പാട്ടാണ് എന്ന് എനിക്കെന്നെ തോന്നിയപ്പോൾ ഞാൻ ആദ്യം സിദ്ധാർത്ഥിനോടാണ് പറഞ്ഞത്. അപ്പോൾ സിദ്ധാർത്ഥനോട് ഞങ്ങളപ്പോൾ മസ്കറ്റിലുള്ള സമയമാണ്. അപ്പോൾ സിദ്ധാർത്ഥൻ ഞാൻ പറഞ്ഞത് നാട്ടിൽ പോയി നിന്നാലല്ലേ കൂടുതൽ അവസരങ്ങൾ, നാട്ടിൽ നിന്നാൽ തന്നെ ആയിരിക്കും വരിക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്നു. ഞാനും മോനന്ന് ചെറുതാണ്, ഞങ്ങൾ നാട്ടിൽ വന്ന് നിന്നു. അപ്പം ഞാനിത് വീട്ടിലൊക്കെ പറയുമ്പോൾ അമ്മയ്ക്കും അച്ഛനും മുത്തശ്ശനൊക്കെ അച്ഛമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അവർ ശരിക്കും അത് ഞാൻ അതിലേക്ക് വരണമെന്ന ഒരുപാട് അവരുടെ ആഗ്രഹം തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് തന്നെ അത് തോന്നാൻ കുറച്ച് സമയമെടുത്തു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സപ്പോർട്ട് എന്നുള്ളതിനെക്കാട്ടിലും ശരിക്കും അവരുടെ ഒരു വലിയ സന്തോഷം തന്നെയാണ്, ആഗ്രഹം.
ആദ്യമായിട്ട് പാടിയ പാട്ടുകൾ ചേച്ചിക്ക് ഒരുപാട് ഹൃദയത്തോട് സ്പർശിച്ച ഒരു കവിത അല്ലെങ്കിൽ ഒരു ഗാനം ഏതായിരുന്നു? ആദ്യമായിട്ട് ഞാൻ സിനിമയിൽ പാടുന്നത് പുന്നല്ലിൻ കതിരോല എന്നുള്ള പാട്ട് മെയ്ഡ് ഇൻ യു എസ് എന്നുള്ള സിനിമയിൽ മുത്തശ്ശനും വിദ്യാസാഗർ സാറും അവർ രണ്ടുപേരുടെയും കൂടി കോമ്പിനേഷനിൽ വന്ന പാട്ടാണ്. അപ്പോൾ ആ പാട്ട് ജയേട്ടനും പാടിയിട്ടുണ്ട് ആ സിനിമയിൽ മെയിൽ വേർഷൻ. അത് പാടുമ്പോൾ നമുക്ക് അറിയുന്നില്ല ആ പാട്ട് ശരിക്കും എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തും ഒന്നും നമ്മളങ്ങനെയൊന്നും ആലോചിക്കുന്നില്ല. പക്ഷെ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണത്. കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ഞാനത് പാടുന്ന സമയത്തൊന്നും ഇത്രയും സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയും ആക്റ്റീവ് അങ്ങനെയൊന്നും അല്ല. സോഷ്യൽ മീഡിയ തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ആ ഒരു പാട്ടിലേക്ക് അങ്ങനെ ഒരു നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന പല മാർക്കറ്റിംഗ് ഒന്നും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതാരാണ് അന്ന് പാടിയെന്നുള്ളതിൽ പലർക്കും സംശയം ഉണ്ടായിരുന്നു. അതാരാ പാടിയെന്നുള്ളത്. പിന്നെയാണ് അത് ഇങ്ങനെ എൻ്റെ പാട്ടാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ചിലവരുടെ റിംഗ് ടോൺ ആയിട്ടൊക്കെ ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ പറയും ഇത് ഞാൻ പാടിയതാന്ന് പറയുമ്പോൾ അവർക്ക് അയ്യോ അറിയില്ലായിരുന്നു, അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമാണ്. നമ്മുടെ ആ പാട്ട് അങ്ങനെ ആൾക്കാർ അത്രയും സ്വീകരിച്ചു എന്നറിയുമ്പോൾ. അപ്പോൾ പുന്നലിൻ കതിരോല അങ്ങനെ ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക്. അപ്പം ആ ഒരു പാട്ട് ഇപ്പം ചേച്ചി ഒന്ന് പാടാം. ഈ പാട്ടും സ്പെഷ്യലാണ്. അതിൻ്റെ കൂടെ മഞ്ജുതശ്രീ എന്നുള്ള പാട്ട് എനിക്ക് ആദ്യമായിട്ട് അവാർഡ് കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെ ആ പാട്ടും സ്പെഷ്യലാണ്. ഞാനിപ്പോൾ എന്തായാലും പുന്നലിൻ കതിരോല പാടാം. ഓക്കെ. പുന്നെല്ലിൻ കതിരോല തുമ്പത്ത് പൂത്തുമ്പി പൊന്നൂയലാടുന്ന ചേലു കാണാൻ പുഴവക്കിൽ പൂക്കൈത കുളിർനില ചന്ദന കുറിയിട്ടു നിൽക്കുന്ന കാഴ്ച കാണാൻ എന്നിനേ 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 എന്നിനെ പോകുന്ന എൻ്റെ നെഞ്ചിൽ കുറുകുന്ന പൊൻപ്രാവേ പുന്നെല്ലിൻ കതിരോല തുമ്പത്ത് പൂത്തുമ്പി പൊന്നൂയലാടുന്ന ചേലു കാണാൻ. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സംഗീത കുടുംബമാണെന്ന്. അപ്പം എടുത്തു പറഞ്ഞ ഒരു ഗിഫ്റ്റ് എന്ന് പറയുമ്പം മുത്തശ്ശൻ എഴുതിയ കവിതയുടെ വരികൾ അത് ഒന്നുകൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം സംഗീതത്തിൻ്റെ ഒരു കുടുംബമാണെന്ന്. പക്ഷേ നമുക്കിടെ ഒരു ഗിഫ്റ്റ് എന്ന് പറയുമ്പം മുത്തശ്ശൻ എഴുതിയ വരികൾ, അത് മ്യൂസിക് കമ്പോസ് ചെയ്ത അച്ഛൻ, അത് പാടി മകൾ. അപ്പം ആ ഒരു നിമിഷം എങ്ങനെയായിരുന്നു ചേച്ചിക്ക്? അത് തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയൊരു വളരെ അപൂർവമായിട്ടുള്ളൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ 2 സിനിമകളിൽ മുത്തശ്ശൻ എഴുതിയിട്ട് അച്ഛൻ മ്യൂസിക് ചെയ്തിട്ട് ഞാൻ പാടിയിട്ടുണ്ട് സിനിമകളിൽ 2 എണ്ണം. പിന്നെ അതല്ലാതെ ആൽബംസിന് വേണ്ടിയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. മൺസൂൺ എന്നുള്ള സിനിമയും കളഭമഴ എന്നുള്ള ഈ 2 സിനിമകൾക്ക് വേണ്ടിയാണ് അങ്ങനെ മുത്തശ്ശൻ്റെ വരികൾക്ക് അച്ഛൻ സംഗീതം ഞാൻ അങ്ങനെ പാടി. അങ്ങനെ അതൊരു ശരിക്കും നമുക്ക് ഒരു അഭിമാനമാണല്ലോ. ഒരു വളരെ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണത്. പിന്നെ മറ്റൊരു വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുള്ളത് അച്ഛൻ മ്യൂസിക് ചെയ്ത പാട്ടിനാണ്. എനിക്ക് രണ്ടാമത് ഇപ്പോൾ 2021 2021 എനിക്ക് 2ാമത്തെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടി. അത് അച്ഛൻ മ്യൂസിക് ചെയ്ത പാട്ടിനാണ്. അത് വരികൾ ശ്രീ ബിജു അദ്ദേഹമാണ്. തുരുത്ത് എന്നുള്ള സിനിമയായിരുന്നു. ശ്രീ സുരേഷ് ഗോപാൽ അദ്ദേഹത്തിൻ്റെ സംവിധാനം. അതൊരു ഒരു എന്താ പറയുക, ഒരു കമേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു അങ്ങനത്തെ സിനിമയല്ല, നല്ലൊരു സോഷ്യൽ മെസ്സേജ് വരുന്ന അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു. അപ്പോൾ അതിൽ നല്ലൊരു പാട്ട് തന്നെയാണ്. ഒരു സങ്കടം കലർന്നൊരു പാട്ടാണ്. അപ്പോൾ ആ പാട്ടിനാണ് എനിക്ക് ആ വർഷത്തെ ജെയ്സി ഡാനിയൽ ഫൗണ്ടേഷൻ ഫിലിം അവാർഡും ഫിലിം ക്രിറ്റിക്സ് അവാർഡും 2021 ജെയ്സി ഡാനിയൽ ഫിലിം ഫൗണ്ടേഷൻ അവാർഡ് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ആ 2 അവാർഡുകളും ഈ പാട്ടിന്, അത് അച്ഛൻ മ്യൂസിക് ചെയ്ത പാട്ടിന് കിട്ടുക എന്നുള്ളത് നമുക്കൊരു വലിയൊരു പ്രൗഡ് മൊമെൻ്റാണ്. ഓക്കെ. അപ്പം മുത്തശ്ശൻ്റെ കവിതയിൽ നിന്നും പിതാവിൻ്റെ സംഗീതത്തിലേക്ക്, ഇപ്പം ചേച്ചിയുടെ ശബ്ദത്തിലേക്ക്. അപ്പം അതൊരു ബ്ലെസ്സിങ് തന്നെയാണ്. കാരണം പാരമ്പര്യമായിട്ടൊരു സംഗീത കുടുംബം എന്ന് പറയുമ്പോൾ. അപ്പം നമ്മളിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുമ്പം ചേച്ചി അവസാനം വിട്ട നങ്ങേലി പോകുന്നൊരു പാട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്. മാളികപ്പുറം ഒരുപാട് ഹിറ്റായിട്ടുള്ളൊരു മൂവിയായിരുന്നല്ലോ. അതിൽ നങ്ങേലിപ്പൂവേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല നല്ല മെസ്സേജസും നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ പാട്ടാണ്. രഞ്ജിൻ രാജാണ് മ്യൂസിക്. അത് വരികൾ എഴുതിയിരിക്കുന്നത് ശ്രീ BK ഹരിനാരായണൻ ഹരിച്ചേട്ടനാണ്. ഇതിൻ്റെ ഒരു ഹാപ്പി ആയിട്ടുള്ള മെയിൽ വേർഷൻ രഞ്ജിൻ പാടിയിട്ടുണ്ട്. ഞാനിതിൻ്റെ കുറച്ചൊരു സങ്കടം നിറഞ്ഞൊരു ആ ഒരു സമയത്താണ് എൻ്റെ ഈ ഫീമെയിൽ വേർഷൻ വരുന്നത്. നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ,
ചങ്ങാതിവാവേ നിന്നോട് കൂടെ കണ്ണായി ഞാനില്ലേ, ചെറുനാട്ടുപാതകളിൽ കനവിൻ്റെ മാമലയിൽ തളരാതെ നീ ചുവടേറവേ തണലായി ഞാനരികെ. നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചങ്ങാതിവാവേ നിന്നോട് കൂടെ കണ്ണായി ഞാനില്ലേ. താങ്ക് യു ചേച്ചി. താങ്ക് യു.